അയ്യോ, അദ്ദേഹത്തെ കൊല്ലരുത്. ഓഹോ, പുതിയ ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനെ രക്ഷിക്കാൻ വന്നതായിരിക്കും. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കൂ. നിനക്കല്ല, എനിക്കാണ് തെറ്റുപറ്റിയത്. ഏതായാലും നീ ഇവന്റെ കൂടെ ഇറങ്ങി പോന്നില്ലേ, ഇനി ഇവന്റെ കൂടെ തന്നെ ജീവിച്ചോളൂ. ഇതുവരെ എണ്ണിയ വോട്ടുകളുടെ വെളിച്ചത്തിൽ ശ്രീ വേണുഗോപാലൻ 2347 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ശ്രീ വേണുഗോപാലിന്റെ ലീഡ് 316 കുറഞ്ഞിരിക്കുന്നു. വോട്ടെണ്ണൽ പൂർത്തിയായി. 1300 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ശ്രീ എ ഗോപിനാഥൻ വിജയിച്ചിരിക്കുന്നു. ഗോപിനാഥ് 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 ഗോപിനാഥ്. തെരഞ്ഞെടുപ്പ് പോലെ അറിഞ്ഞു. വേണു ജയിച്ചു അല്ലേ മോളെ? ഇല്ലച്ചാ, 1300 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ഗോപിയേട്ടനാ ജയിച്ചത്. സിന്ദാബാദ് സിന്ദാബാദ് ഗോപിനാഥ് സിന്ദാബാദ്. 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 സാരമില്ല മോളെ, കരയാ. അമ്മിണി, അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? എവിടെയാടാ മോനെ പാളിച്ച പറ്റിയത്? ഇന്ന് വരെയുള്ള നമ്മുടെ വിശ്വാസത്തിന് നമ്മുടെ അണികളെ മുഴുവൻ ചേട്ടൻ വിലയ്ക്ക് വാങ്ങിയച്ച. വില കൊടുത്താൽ കിട്ടാത്തതൊന്നുണ്ടെന്ന് അച്ഛൻ വിശ്വസിച്ചത് ആദർശം. അതിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് വരെ ജീവിച്ചത്. അതും വിൽപ്പന ചെറുക്കായിപ്പോയി മോനെ.
സിന്ദാബാദ് സിന്ദാബാദ് ഗോപിനാഥ് സിന്ദാബാദ് 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 ഗോപിനാഥ് സിന്ദാബാദ്. എല്ലാവരും നിശബ്ദരാവണം. നിങ്ങൾ ദയവ് ചെയ്ത് അല്പസമയം ഇവിടെ നിൽക്കുക. ഞാൻ എന്റെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ ജയിച്ചു വച്ച വേണു, ജനങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ നീയും പൊതുജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഞാനും തമ്മിൽ മത്സരിച്ചു. ഞാൻ ജയിച്ചു. പക്ഷേ എന്റെ വിജയം പണത്തിന്റെ വിജയമാണ്. മറ്റു പലതിനേക്കാൾ പണം വിലപ്പെട്ടതാണെന്ന് നിന്നെ മനസ്സിലാക്കണമെന്ന ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നു. അത് സാധിച്ചു. മിസ്റ്റർ ഗോപിനാഥ്, ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. വളരെ സന്തോഷം ചേട്ടാ. അച്ഛൻ വിഷമിക്കരുത്. ഒരു കൊലക്കുറ്റത്തിന്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. കൊലക്കുറ്റം? അതേ അനിയ, അതാണ് പണത്തിന്റെ മറ്റൊരു മുഖം. എത്ര ശ്രമിച്ചാലും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മിനിഞ്ഞാന്ന് വൈകുന്നേരം എനിക്ക് മനസ്സിലായി. പക്ഷെ പണം കൊടുത്താൽ നിന്റെ അണികളെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന് എനിക്ക് അറിവ് കിട്ടി. എങ്ങനെയും ജയിക്കണം, അതൊന്നു മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. പണം അടുക്കി വെച്ചിരുന്ന സേഫ് ഞാൻ തുറന്നു. കെട്ടുകണക്കിന് നോട്ടെടുത്ത് ഞാൻ എന്റെ പ്രവർത്തകരെ ഏൽപ്പിച്ചു. അവർ ഓടി നടന്ന് പണം കൊടുത്ത് മനുഷ്യരെ വിലയ്ക്ക് വാങ്ങി. ഒടുവിൽ അവസാനത്തെ കെട്ട് നോട്ടുമായി ഞാൻ പുറത്തേക്കിറങ്ങി. മിസ്റ്റർ ഗോപിനാഥ്, ഇനി സേഫിൽ ബാക്കി വല്ലതും ഉണ്ടോ? അറിഞ്ഞിട്ട് എന്ത് വേണം? നിൽക്കവിടെ. പണ്ട് ഞാനൊരു ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് തന്നു. അതുപയോഗിച്ച് എന്റെ സർവ്വ സ്വത്തുക്കളും നിങ്ങൾ നിങ്ങളുടെ പേരിലാക്കി. ഈ സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് തരണം.